ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു നെത്തോലി അവിയലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മീൻ അവിയൽ. ഇത് നല്ല അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഒരു അവിയലിൻ്റെ രീതിയിൽ എല്ലാം ചെയ്തിട്ടുള്ളതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് റെസിപ്പിയാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 മാങ്ങയും ഒരു 4-5 പച്ചമുളകും മീനിൻ്റെ കൂടെ ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ചെറിയ സ്പൂണിനാണ്. പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് അധികം വേണ്ട. അധികം ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. മീൻ ഞാനിവിടെ കഴുകി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണിന് ജീരകം കൂടി, അവിയലായതുകൊണ്ട് ഒരു ചെറിയ സ്പൂണിന് ജീരകം കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കുറന്ന് അരച്ചെടുക്കണം. ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അവിയൽ രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ അരപ്പിൻ്റെ രീതി. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം, നിറയെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇതിന് അവിയലല്ലേ, അത് വെന്ത് കുഴഞ്ഞു പോകും. മാങ്ങ വേവാനുള്ള അളവിന് മാത്രം വെള്ളം ഒഴിക്കണം. എല്ലാം കൂടെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമില്ല. അത് തവിയിട്ടോ അതിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. കൈ കൊണ്ട് തന്നെ അരപ്പും മാങ്ങയും മുളകും മീനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് ഉടയാത്ത രീതിയിൽ മിക്സ് ചെയ്യണം. മിക്സ് ആക്കിയിട്ട് മാങ്ങ വേവാനുള്ള വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിൽ ഒഴിക്കാം. നമുക്കത് മൂടി വെച്ച് 2-3 തള വരുമ്പോഴത്തേക്ക് അത് വെന്തോളും. മാങ്ങയുടെ വേവാണ് ഇതിൻ്റെ വേവും. പിന്നെ ആ ബാക്കി വെള്ളം അതിലുണ്ടെങ്കിൽ ആ വെള്ളവും കൂടെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ചട്ടിയിലായതുകൊണ്ട് ഗ്യാസിലാണ് നമ്മൾ വെക്കണത്. അതുകൊണ്ട് അടി പിടിക്കാതെ നോക്കണം. ഇടയ്ക്കൊന്ന് തവി കൊണ്ട് അടിയിലൊന്ന് ഇളക്കി വിട്ട് കൊടുക്കണം. ഉടയാൻ പാടില്ല, ലൈറ്റായിട്ട്. ഇപ്പോൾ ഇത് ആൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് വറ്റിയാൽ മതി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ അവിയൽ, നെത്തോലി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എത്ര വെള്ളം ആവശ്യമാണ് അത് ഇരിക്കുമ്പോഴത്തേക്ക് വറ്റിക്കൊള്ളും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെച്ച് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയുമാണ് ഈ കൂട്ടാൻ്റെ മണവും രുചിയും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്. എല്ലാവരും ചെയ്ത് നോക്കൂ. നെത്തോലി കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പറായിട്ടുണ്ടാവും.